ുള്ളവരെ ഖുർആനുമായി നമുക്കൊരു ബന്ധം വേണം. അതിനൊന്നാമതായി ഖുർആനിന് നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ എത്ര തിരക്കുള്ളവരാകട്ടെ, നമ്മുടെ പ്രൊഫഷൻ ഏതാകട്ടെ, ഖുർആനിന് നമ്മൾ സമയം കൊടുത്താൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ മസലു സാഹിബിൽ ഖുർആൻ കമസലിൽ ഇബ്നിൽ മുഅഖല. ഇതാ അറിയുക, സാഹിബുൽ ഖുർആൻ, ഖുർആനിനെ സ്വാഹിബാക്കുന്നവൻ, അവന്റെ ഉദാഹരണം ഒട്ടകത്തെ കെട്ടിയിട്ടവനെ പോലെയാണ്. ഇൻ ആഹദ അലൈഹാ അംസകഹ വഇൻ അത്ലഖഹ ദഹബത്. ആ ഖുർആനിന് നിങ്ങൾ സമയം നൽകിയാൽ, ഖുർആനുമായി നിങ്ങൾ ബന്ധം പുലർത്തിയാൽ അത് നിങ്ങളെ കൂടെ ഉണ്ടാകും. അല്ല, ഖുർആനിന് സമയം കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഖുർആൻ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഖുർആനിനെ കെട്ടിയിട്ടിട്ടില്ല എങ്കിൽ ഖുർആനുമായി ഒരു ബന്ധം നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ഒരു അരമണിക്കൂർ സമയം, ഒരു മണിക്കൂർ സമയം ഖുർആനിന് നിങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കെട്ടടിച്ചുവിട്ട ഒട്ടകം അത് വിദൂരതകളിലേക്ക് ഓടിപ്പോകുന്നത് പോലെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ഖുർആനുമായി നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഖുർആനിനെ നമ്മൾ സ്വാഹിബാക്കണം. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ്. എപ്പോഴെങ്കിലും കാണുന്ന ഒരുത്തൻ അതല്ല ചങ്ങാതി. എപ്പോഴെങ്കിലും ഒരു റമദാനിൽ തൊടുന്ന ഒന്ന് സ്വാഹിബാവുകയില്ല. പരിശുദ്ധ റമദാനിന്റെ ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം തൊടുന്ന ഒന്ന് നമ്മുടെ സ്വാഹിബാവുകയില്ല. സ്വാഹിബാകണമെങ്കിൽ കാണാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടം ഉണ്ടാകണം, കാണുമ്പോൾ മനസ്സിൽ സന്തോഷം ഉണ്ടാകണം, കൂടെ ചിലവഴിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകണം. അപ്പോഴാണ് ഖുർആൻ സ്വാഹിബാവുക. ഖുർആൻ സ്വാഹിബായാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുഖാലു ലിസാഹിബിൽ ഖുർആൻ. ഖുർആനിന്റെ സാഹിബിനോട് നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് പറയപ്പെടും, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫിദ്ദുനിയാ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉ ബിഹാ. നീ കയറി പോവുക സ്വർഗത്തിലേക്ക്. സ്വർഗം ദറജകളാണ്. ഓരോ ദറജകളും ഉയർന്ന സ്ഥാനങ്ങളാണ് റബ്ബ് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് നീ കയറി പോകൂ. സാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ മനുഷ്യ, ഖുർആനിന് വേണ്ടി സമയം മാറ്റി വെച്ചവരെ, നിങ്ങൾ കയറി പോകുക. സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം എന്താണോ നിങ്ങൾക്കറിയുമോ? ഓതി നിങ്ങൾ അവസാനമെത്തിയ ആയത്തുണ്ടല്ലോ, അവസാനമെത്തിയ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ, അത്രയും വലിയ ദറജകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.